ഇന്ന് പത്രപ്രവർത്തകർ അവരുടെ വാർത്ത എന്താണെന്നൊക്കെ പറയാനും കേൾക്കാനുമാണ് നമ്മൾ ഇന്നത്തെ വിശിഷ്ടാതിഥികൾ വന്നിട്ടുള്ളത്. ഒരു പത്രപ്രവർത്തകൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു അധ്യക്ഷനായി. ഉണ്ണി ചിലപ്പോൾ പറയാറുണ്ട് എന്നെ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനും ആണ് എന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഞാൻ സാഹിത്യപരമായിട്ടുള്ള എഴുത്തുകാരനല്ല, പക്ഷേ സാഹിതിയിൽ വന്ന ശേഷം എഴുത്തു തുടങ്ങി. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് പുസ്തകരൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആവട്ടെ. പക്ഷെ മാധ്യമപ്രവർത്തനം ഒരുപാട് കാലം നടത്തിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തോന്നുന്നു മറ്റ് പത്രപ്രവർത്തകരുടെ കൂടെ ഇരിക്കാൻ എനിക്കുള്ളൊരു സന്തോഷം. ഡോക്ടർ നാരായണൻ സാറ് അക്കാഡമിക് രംഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരാളാണ്. നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹം കാലടി കലാമണ്ഡലം സർവകലാശാലകളുടെ വൈസ് ചാൻസലറായി എന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹം കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം അങ്ങനെ 4 പത്രപ്രവർത്തകരാണല്ലോ ഇന്നത്തെ സ്റ്റേജിൽ നമുക്കുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ വാർത്ത, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ, ഫൈൻഡിങ്സ്, ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ഇവരല്ലാതെ നമുക്ക് വേറെ എവിടെയും ആരും ഉണ്ടാവില്ല. നമ്മളത് കേൾക്കാൻ തന്നെയാണ് ഇന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ നമ്മുടെ സദസ്സ് എല്ലാവരും വന്നിട്ടുള്ളത്. ഒരുപക്ഷെ MP നാരായണൻ സാറും MP സുരേന്ദ്രനും ആദ്യമായിട്ടാണ് ഈ സാഹിതിയിൽ വരുന്നത്. അത് വളരെ സന്തോഷമാണ്. ഞങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും 3 മണി മുതൽ 6 മണി വരെ മികച്ച പ്രഭാഷകരെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നു. കൃത്യമായിട്ട് ഇതൊക്കെ ഞങ്ങളുടെ വളരെ ഒരു ക്ലീൻ ആയിട്ടുള്ള സദസ്സാണ്. എപ്പോഴും നമ്മൾ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പോലെയല്ല. അവിടെ കുറേ ആൾക്കാർ വരും, കുറേ ആൾക്കാർ പോകും, എന്തൊക്കെയോ പറയും. ഇത് വളരെ കൃത്യമായിട്ട് ശ്രവിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വേറെയുണ്ട്. അത് ഇന്ന് വന്നിട്ടുള്ള അതിഥികൾക്ക് അത് മനസ്സിലാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഡോക്ടർ MP നാരായണൻ സാറിനെ പോലെയുള്ള ഒരാളെ സാഹിതിയിലേക്ക് ഒന്ന് ക്ഷണിക്കുക. എൻ്റെ എന്തോ ഒരു പഴയകാല ബന്ധം, ഒരു സുഹൃത്ത് ബന്ധം കൊണ്ട് എനിക്കത് സാധിച്ചു. അദ്ദേഹം തീർച്ചയായിട്ടും അത് അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ വരാം എന്നുള്ളത്. അതെന്നെ വലിയൊരു സന്തോഷമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ MP നാരായണൻ സാർ ഇവിടെ വന്നത് നമുക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. MP സുരേന്ദ്രൻ സാറ് എല്ലായിടത്തും സാഹിത്യ രംഗങ്ങളിൽ തൃശ്ശൂർ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് നമുക്കിവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴും അദ്ദേഹം വന്നു. അദ്ദേഹം എൻ്റെ വളരെ കുറേ കാലമായിട്ടുള്ള, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ശേഷമുള്ള വലിയൊരു സുഹൃത്ത് ബന്ധം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. MP നാരായണൻ സാറിനെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ നാട്ടിൽ, മാടമ്പിൻ്റെ നാട്ടിൽ. എന്നാൽ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മാടമ്പ് കുഞ്ഞുകൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ നൈബറാണ് ഞാൻ. അദ്ദേഹത്തിന് അവിടെ ചില ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ, ചിത്രകലാ ക്യാമ്പുകൾ, ഇദ്ദേഹത്തിന് ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു സ്ഥലം, പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെ അണച്ചിട്ടാണ് ഞാൻ നാരായണ സാറിനെ ഞാൻ ആദ്യം കാണുന്നത്. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, മഹത്തരായിട്ടുള്ള ഇതൊക്കെ അവർ സ്ഥാനം വഹിച്ചിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. രഘു സാറിനെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സ്വന്തം സഹചാരിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി 2-3 വീട് അപ്പുറത്ത് ഏറ്റവും നല്ലൊരു നോവലിസ്റ്റ്, ഒരു രഘുനാഥൻ സാറ് പോരെ. അപ്പോൾ ഇവരൊക്കെ ഇന്ന് ഇരിക്കുകയാണ്. അവർക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ മാധ്യമ ലോകം നേരിടുന്ന വെല്ലുവിളികൾ, സോഷ്യൽ മീഡിയ എങ്ങനെ അവരൊക്കെ ചില സാഹിത്യകാരികളെ ആക്രമിക്കുന്നു സൈബർ ഇടത്തിലൂടെ, ഇതിലൊക്കെ നമുക്ക് സംവദിക്കാം. എനിക്ക് തോന്നുന്നത് നാരായണൻ സാർ അതൊക്കെ പറയും. ആ കാര്യങ്ങൾ നമുക്ക് അതിനൊക്കെ കേൾക്കാം. പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു
എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊരു അധ്യക്ഷ പ്രസംഗം നടത്തുകയല്ല, എങ്കിലും അത് പറയണ്ടേ എന്ന് മാത്രം. സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇവരെക്കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നത് ശരിയല്ല, എങ്കിലും ഒരു 5-10 മിനിറ്റ് 5-8 മിനിറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മാധ്യമരംഗം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഞാൻ ഡൽഹിയിലായിരുന്ന കാരണം ഇവിടുത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഞാനൊരു ഏജൻസിയിലായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു പുസ്തകം, ഡൽഹിയിലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി. അതിൻ്റെ അവതാരിക ശ്രീ MP സുരേന്ദ്രൻ സാറാണ് എഴുതിയതാണ്. ആ പുസ്തകം വൈലോപ്പിള്ളി ഹാളിൽ നടത്തിയപ്പോൾ അതിനുശേഷം ഈ പുസ്തകം വായിച്ചവരെ ഈ അദ്ദേഹത്തിൻ്റെ അവതാരിക വായിച്ചാൽ മതി, ഇനി പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല എന്ന് പലരും എന്നോട് പറയുന്നത്. കാരണം ആ പുസ്തകത്തിലുള്ള ഉള്ളടക്കം മുഴുവൻ ഒരു 4-5 പേജുകളിൽ സുരേന്ദ്രൻ സാർ അത് മുഴുവൻ എഴുതിയിട്ടുണ്ട്. എന്താണ് വാർത്തകളുടെ ശേഖരണം, എങ്ങനെയാണ് എന്നെല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ പത്രപ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത്രയും വിശദമായിട്ട് എഴുതാൻ കഴിയും. ഇന്നിപ്പോൾ നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ചരിത്രത്തിലൊക്കെ പാണന്മാർ പാടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്രമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് അവരുടെ പാട്ടിലൂടെയാണ്. ഇന്നത് വിട്ട് വെറും ഒരു വിരൽ സ്പർശനം കൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ വിവരങ്ങളും വാർത്തകളും നമ്മുടെ മുന്നിൽ കാണുകയാണ്. ഒരു മൊബൈലിൽ ഒരു സ്പർശനം കൊണ്ട് കാണുന്ന ആ ഒരു കാലത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് അതൊരു വിസ്മയ ലോകത്തിലേക്ക് നമ്മൾ ഇരുന്ന് നമുക്കൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, നമ്മുടെ വിരലമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലം ഇതൊക്കെ ഈ ആശയവിനിമയം നമുക്ക് സാധിക്കുമോ എന്നുള്ളത് സംശയിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് സൗജന്യമായിട്ട് കഴിയുമോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായി. അങ്ങനെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള സങ്കല്പം അത് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത് സാധിച്ചു. എത്രയോ കാലത്തിന് ശേഷം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ട് ഇന്ന് വരെ നമ്മളതിനൊക്കെ ഓരോ കാര്യങ്ങളിൽ എക്സ്പെർട്ടായി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് വിശദമായി പറയാനും നല്ല കഴിവ് നമുക്ക് വരുന്നു. അപ്പോൾ ഈ മാധ്യമം എന്നുള്ളത് എത്രത്തോളം വാർത്താ അവതരണങ്ങൾ അതിലൂടെയും കടന്ന് എങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ വാർത്തകൾ വരുന്നു എന്നുള്ളത്, നമ്മുടെ വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്നാൽ മതി, ലോകകാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ ഒരു മിനിറ്റിൽ, ഒരു സെക്കൻഡിൽ നമുക്ക് എത്തിപ്പോകുന്നു. പിന്നെ നമുക്കതിനെ വിമർശിക്കാനുള്ള കഴിവുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ ഓരോ വാർത്ത എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അത് ക്രിറ്റിസൈസ് ചെയ്യാം, അത് നമുക്ക് സ്വന്തമായിട്ട്. പക്ഷേ ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ, ഒരു ചാനലിലോ അവതരിപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വാർത്ത നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അത് വളരെ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മളിവിടെ ഇരുന്ന് ഉടനെ അതിനെ തന്നെ വിശകലനം ചെയ്യുന്നു. അയാൾ എന്ത് പറയുന്നു, ഇയാൾ എന്ത് പറയുന്നു, ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ മുമ്പിൽ ആ വാർത്ത എത്തിക്കുന്ന ആ അവതാരകനും ആ ചാനലിനും നമ്മൾ എന്തെങ്കിലും അത് തീർച്ചയായിട്ടും അവരെ അനുമോദിച്ചേ കഴിയുള്ളൂ. അത് എങ്ങനെ ചെയ്യുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതിലേക്ക് പിന്നെ കിടക്കാം, അതിന് പ്രഗത്ഭരായവരൊക്കെ പറയും. ആ ഒരു ഇത്ര വേഗം നമ്മുടെ ഇൻ്റർനെറ്റും നമ്മുടെ ഇതൊക്കെ അതിവേഗം വളർച്ച പ്രാപിച്ച ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം പറയാറുണ്ട് എന്നാണ് ഇന്ന് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്നൊക്കെ എല്ലായിടത്തും വിശേഷിക്കപ്പെടുകയാണ്. ശരിയാണ്, 4ാം തൂണ് തന്നെയാണ്. പിന്നെ ഒരു റിപ്പോർട്ടർ ഉദാത്തമായ ഒരു പ്രൊഫഷനാണ് ഒരു പത്രപ്രവർത്തകൻ. തരക്കേടില്ലാത്ത വേതനം ഇപ്പോൾ കിട്ടുന്നുണ്ട്, അന്ന് കിട്ടിയിരുന്നില്ല എന്നൊക്കെ കാര്യം വെച്ച് പിന്നെ വലിയൊരു അധികാരം രൂപത്തിലാണ് പത്രപ്രവർത്തകർ നടക്കുക. എനിക്കെല്ലാം അറിയാം, ആരോട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംസാരിക്കാം എന്നുള്ള ഒരു അധികാരം, ഒരു ആവേശം അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ അത് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഇന്ന് ഈ മാധ്യമ പ്രവർത്തനം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് വളരെ പല വെല്ലുവിളികളും നേരിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും വളരെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലത്തിലൂടെ കടന്നുണ്ട്. ഇപ്പോൾ ജനാധിപത്യത്തെ നമ്മൾ താങ്ങി നിർത്തുന്ന സ്തംഭങ്ങളിൽ ഒന്നാണ് ഈ പത്രസ്വാതന്ത്ര്യം എന്നാണ് മറ്റൊന്ന് പറയുന്നത്. പത്രങ്ങളില്ലെങ്കിൽ ജനാധിപത്യമില്ല, അതാണ് കാര്യം. നമ്മളത് കുറച്ച് കാലം മുമ്പേ നമ്മളൊക്കെ
അനുഭവിച്ചിട്ടാണ്. 50 വർഷം മറ്റായി 1975 നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. പത്രസ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ 2 വർഷം എമർജൻസി അടിയന്തരാവസ്ഥ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 75 അത് നമ്മൾ അനുഭവിച്ചതാണ്. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്, ആ എമർജൻസി. പത്രസ്വാതന്ത്ര്യമില്ല, പത്രക്കാരെയും എഡിറ്റർമാരെയും ജയിലിലടച്ചു. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അന്ന് അവിടെ ജനാധിപത്യത്തിന് വില അതില്ല. അപ്പം ജനാധിപത്യം നിൽക്കണമെങ്കിൽ നമ്മളൊരു ഡെമോക്രസിയുടെ നെടും തൂണ എന്ന് പറയുന്നത് പത്രപ്രവർത്തനം, പത്രസ്വാതന്ത്ര്യമാണ്. അതില്ലാതെ ഒരു ജനാധിപത്യം ഒരു രാജ്യത്തും ഇല്ല. ഇപ്പം നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കിയപ്പോൾ ചൈനയിലായാലും വേണ്ടില്ല, റഷ്യയിലായാലും വേണ്ടില്ല, അവിടെ ഒന്നും പത്രസ്വാതന്ത്ര്യം ഇല്ല. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് പറയണ ഇതാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനോട് കൂടിയിട്ട് ഞാനൊരു വാക്ക് പറയാം. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം. അന്ന് ഞാൻ എഡിറ്റോറിയൽ ഡെസ്കിലായിരുന്നു. രാത്രി 11 മണിക്ക് ഒരു ടെലിഫോൺ വരികയാണ്. ആരാ? മേനകാ ഗാന്ധി ഡെലിവേർഡ് എ ബേബി ബോയ്. ആ ന്യൂസ് നിങ്ങൾ ഏജൻസിയിൽ കൊടുക്കണം. ഞാൻ ചീഫ് സബ് എഡിറ്ററായിരുന്നു. ഇതെന്താ കാര്യം? ഒരു നാഷണൽ ന്യൂസ് ഏജൻസിയിൽ മേനകാ ഗാന്ധി പ്രസവിച്ചു എന്നുള്ളത് ഒരു വാർത്തയാണ്. ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ കൺസൾട്ട് ചെയ്തു. നമുക്ക് പറ്റിയതല്ല. ഇറ്റ് ഈസ് അൺബിക്കമിങ് ഓഫ് എ നാഷണൽ ന്യൂസ് ഏജൻസി ടു ഗീവ് സച്ച് എ ന്യൂസ്. കൊടുത്തില്ല. ആ ന്യൂസ് ഏജൻസിയുടെ വായിൽ കൂടെ പോയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തു, ഞങ്ങളത് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഓർമ്മിക്കണം, അത് 75 എമർജൻസി അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാവിധ അധികാരങ്ങളും കൊണ്ട് നടന്നിരുന്ന സഞ്ജയ് ഗാന്ധിയാണ്. ആ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ പ്രസവിച്ചു എന്നുള്ളത് UNA ഏജൻസി കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് വേണ്ടെന്ന് വിചാരിച്ചു. അതങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് ഒരു 11 മണിക്ക് ഒരു ടെലിഫോൺ കോൾ ഞങ്ങളുടെ എഡിറ്റർക്ക് കിട്ടി. വി ഹാവ് given a story to UNI that was not used. What is the reason for that? എഡിറ്റർക്ക് തലേ ദിവസം രാത്രി ആരുടെ ഫോൺ ഡ്യൂട്ടിയിൽ ഇരുന്നേന്ന് ഞങ്ങളെ വിളിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കത് ഒരു ഏജൻസിയുടെ നിലനിൽപ്പിൽ അല്ല, അന്തസ്സത്തേക്ക് കൊള്ളുന്നതല്ല ആ ഒരു ന്യൂസ് UNAക്ക് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞു. എഡിറ്റർ അതേപോലെ തന്നെ അവരെ അറിയിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഇത്തരം കാര്യങ്ങൾ പിന്നെ കുറേ കാലം ഷാ കമ്മീഷനൊക്കെ വന്നപ്പോൾ എമർജൻസിയുടെ കൂടുതൽ അതിപ്രസരം എത്രത്തോളം ഉണ്ടായി എന്നൊക്കെ ഉള്ള ഒരു കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു ചോദ്യം വന്നു, നാഷണൽ ന്യൂസ് ഏജൻസി UNAക്ക് എതിരായിട്ടൊരു ഇതുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങളൊന്നും വിളിച്ചില്ല വിസ്തരിക്കാൻ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അത് ഡെമോക്രസിക്ക് പത്രസ്വാതന്ത്ര്യം, ഈ പത്രസ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യത്തെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലുകളൊന്നാണ് ഈ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. പത്രസ്വാതന്ത്ര്യം ഇല്ലേ എന്നില്ലേ, അന്ന് ജനാധിപത്യവും ഇല്ല. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കുറേ കാലം നമ്മൾ കഴിഞ്ഞു. ആ കാലങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ 2025 എത്തിയപ്പോൾ നമ്മൾ സമകാലീന പത്രപ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് വ്യാജ വാർത്തകൾ. ഇപ്പോൾ ഈ വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ ലോകവ്യാപകമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യം, ഈ ന്യൂസുകളൊക്കെ കാട്ടുതീ പോലെയാണ് ലോകം മുഴുവൻ പരക്കുന്നത്. ഒരു സെക്കൻഡ് മതി ഒരാളത് എഴുതി കഴിഞ്ഞാൽ ഉടനത് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. ആരാണ് ഈ എഴുതുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വായിച്ച് ഈ പത്രങ്ങളുടെ വിശ്വാസത തകർക്കുകയാണ് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യും? ഇതിനെ മുഖ്യധാരാ പത്രങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ ചാലഞ്ച് ഏറ്റെടുക്കണം. ഇന്നിപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ പത്രത്തിലെ വാർത്തകളൊന്നും അയാൾക്ക് പ്രസക്തമല്ല. ഞാൻ ഇന്നലെ അറിഞ്ഞു. അത് എന്തറിഞ്ഞു? അതിന്നലെ ഞാൻ വായിച്ചു, അത്രയേ ഉള്ളൂ. ആ വായിച്ചതിൽ വിശ്വാസത യോഗ്യമാണോ എന്നുള്ളതൊന്നും അയാൾക്ക് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനു മുമ്പേ ആ വ്യാജ വാർത്തയാണെങ്കിൽ കൂടി അത് ലോകം മുഴുവൻ വ്യാപരിച്ചു കഴിഞ്ഞു. ആ ഒരു നിലപാടിൽ ഈ മുഖ്യധാരാ പത്രങ്ങൾ ഇപ്പോൾ സാധാരണ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ചാനൽ കണ്ടിരുന്ന ഒരാൾ പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ അതിൽ 10% പോലും പത്രത്തിൽ ഉണ്ടാവില്ല.
അവർ പറയുന്ന വാർത്തകളിൽ 10% പോലും. കാരണം പത്രങ്ങൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ വാർത്തകളാണ് കൊടുക്കുന്നത്. ഇനി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരും, ചില പത്രങ്ങൾ അത് പാർട്ടി പത്രങ്ങളാണ്, അത് അവർക്ക് ഇഷ്ടം പോലെ പാർട്ടിയെക്കുറിച്ച് എഴുതട്ടെ, മറ്റുള്ള പ്രതിപക്ഷത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ എഴുതുന്നു, അത് എഴുതിക്കോട്ടെ. പക്ഷെ വാർത്തയുടെ മൂല്യം, അതിൻ്റെ വിശ്വാസ്യത, അത് എല്ലാ പത്രങ്ങളും ഒരുമാതിരി തന്നെയാണ്. ഒരു ഭരണകക്ഷി മറ്റൊരു പ്രതിപക്ഷത്തെ എതിർക്കുന്നു, അത് ഇപ്പോൾ കോൺഗ്രസിനായാലും അവരുടെയായിട്ടുള്ള പത്രങ്ങളുണ്ട്, നമുക്കറിയാം. ലെഫ്റ്റിൻ്റെ പത്രങ്ങളുണ്ട്, ദേശാഭിമാനി, അങ്ങനെയൊക്കെ പത്രങ്ങളുണ്ട്, അത് അവരെഴുതിക്കോട്ടെ. അവർ പാർട്ടി തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായികയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരേ വാരി തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അതിന് നമുക്ക് ഫ്രീഡം കൊടുക്കണ്ടേ? എൻ്റെ ഒരു പാർട്ടി, എനിക്ക് പറയാനുള്ള അവകാശം എനിക്ക് തരണം. അതേമാതിരി തന്നെ ഒരു പത്രം നടത്താൻ അയാൾക്ക് അവരുടെ അധികാരം തരുന്നു, അവരത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് നമ്മളെ ബാധിക്കുന്നില്ല. അതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇവിടെ എം വി ഗോവിന്ദൻ എന്ത് പറയുന്നു എന്നുള്ള കാര്യം പ്രശ്നമല്ല, അതല്ല വി.ഡി. സതീശൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം. അത് അവരാണ് ജനാധിപത്യത്തിൽ അതൊക്കെ വേണം, രണ്ട് ആൾക്കാർ ചെയ്യട്ടെ, അതിന് നമുക്ക് എതിർപ്പില്ല. പക്ഷെ വിശ്വാസയോഗ്യമായൊരു വാർത്ത തെറ്റിച്ച് കൊടുക്കില്ല, അതാണ് കാര്യം. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഡെസ്കിലുള്ളപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയണം. അപ്പോൾ നമുക്ക് സാധാരണ ഇൻവേരിയബിളി ബീഹാറിലും ഒക്കെ ബോട്ട് അപകടങ്ങൾ സംഭവിക്കും. അതിൽ കുത്തി നിറച്ചിട്ടുള്ള ആൾക്കാർ പോവുക, 10-200 ആൾക്കാരെ വെച്ചിട്ടാണ് പോവുക. ആ ബോട്ട് ഗംഗയിൽ മറിയും ചെയ്യും, കുറേ ആൾക്കാർ മരിക്കും. ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ വാർത്ത അറ്റ്ലീസ്റ്റ് 150 പീപ്പിൾ വർ കിൽഡ്, ഡ്രൗണ്ട് ഇൻ എ ബോട്ട് ട്രാജഡി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വാർത്ത വരിക. എവിടുന്ന്? ബീഹാറിൽ നിന്ന്. ഞങ്ങളത് കൊടുക്കില്ല. കാരണം ആരെ വോട്ട് ചെയ്യുന്നത്? അവിടെ പോലീസിനോ ഹോസ്പിറ്റലിനോ ഒന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു രാത്രി 8 മണിക്ക് ഒരു ബോട്ട് മറിഞ്ഞു, ആൾക്കാർക്ക് അറിയും എത്രയാണെന്നുള്ളത്, അതൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു വാർത്താ ഏജൻസികളിലെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയാ വെച്ചാൽ, few people have been feared to have been killed എന്നേ പറയുള്ളൂ. ഫിയർഡ് നമുക്ക് ഉറപ്പില്ല, നമ്മളങ്ങനെ വിചാരിക്കുന്നു, ഭയപ്പെടുന്നു എന്നുള്ളതാണ് എഴുതുക. അങ്ങനെയാണ് എഴുതുക. മോർ ദാൻ, അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷനിൽ മോർ ദാൻ 10 people have feared to have been killed എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ ഏജൻസി ഒരു ഒബ്ജക്റ്റീവ് വ്യൂ ആണ് ഞങ്ങൾ എടുക്കുന്നത്. പക്ഷേ പത്രം അങ്ങനെയായിട്ടുണ്ട്. കാരണം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പത്രങ്ങളും അതെ. ഒരു പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് 50 ആൾക്കാർ മരിച്ചു, കാണില്ല. അത് അവസാനം വരെ അവർ പോലീസിനും ഹോസ്പിറ്റലിനും ചെക്ക് ചെയ്തിട്ട് എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ള ഇന്ന് കിട്ടിയിട്ട് മാത്രമേ അപ്പോഴുണ്ടാവും ചിലപ്പോൾ 10 പേര് മരിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യധാരാ പത്രങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ഈ പത്രമാധ്യമങ്ങളും ഇതൊക്കെ കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യാതൊരു കയ്യിലെ കുറേ കാശുകൊണ്ട് അംബാനി ആയാലും വേണ്ടില്ല, അദാനി ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന പത്രങ്ങൾ. ഇനി ഞങ്ങൾ ചെയ്യുന്ന മാതിരി പറയുന്ന മാതിരി നിങ്ങൾ എഴുതിക്കൊള്ളുന്നത്. ഇപ്പോൾ NDTVയുടെ കാര്യമൊക്കെ നമുക്കറിയാം, എത്രയോ ഭംഗിയായിട്ട് ബർഖാദത്തും ഇവരൊക്കെ എത്രയോ ഭംഗിയായിട്ട് കൊണ്ടു നടന്നിരുന്ന NDTV വിശ്വാസയോഗ്യമായ ഒരു ചാനലായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലുകളിൽ ഒരു പക്ഷേ ഏറ്റവും നന്നായിട്ട് വാർത്തകൾ അവതരിപ്പിച്ചിരുന്ന NDTVയാണ്. അവിടെ പോലും അവരെ ചെറുത്ത് നിൽക്കാൻ കഴിവില്ലാണ്ട് കീഴടങ്ങേണ്ടി വന്ന ഒരു കാലഘട്ടമാണ് NDTV. അന്ന് അവിടെ നല്ല അതായത് നട്ടലുള്ള പത്രപ്രവർത്തകർ പോലും അവർക്ക് കീഴടങ്ങി ആ സ്ഥാപനങ്ങളിൽ നിന്ന് അവർ രാജിവെച്ച് അവർ സ്വന്തമായിട്ടുള്ള എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ യൂട്യൂബ് അങ്ങനെയായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ കോർപ്പറേറ്റിൻ്റെ. അത് അങ്ങനെയുള്ള പത്രപ്രവർത്തകർക്ക് പോലും അങ്ങനെയുള്ള ബുദ്ധി, അങ്ങനെ ഒരു വിഷമം വരികയാണ്. അതൊക്കെ ചാലഞ്ചായിട്ടാണ്. ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കാശുണ്ടെങ്കിൽ ഇത് എൻ്റെ ബുദ്ധിമുട്ടാണ് അല്ല എന്നുള്ള തോന്നൽ, കാശുണ്ടെങ്കിൽ എന്ന് വാങ്ങാം എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഇപ്പം സൈബർ ആക്രമണം, അതും വലിയൊരു കാര്യമാണ്. അപ്പോൾ ആശയവിനിമയം സൗജന്യമാണ് എന്നൊക്കെ നമ്മൾ വായിച്ച ഏറെ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വികാസത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ
വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്ന് വാർത്താ അവതാരകനായിട്ട് ഇന്നിപ്പോൾ ഒരു ഫോണുള്ള ഒരാൾ ആർക്കും വാർത്താ അവതാരകനായിട്ട് മാറാം. ഒരു വിഷമവുമില്ല, ഒരു കാശും ചിലവാക്കാനില്ല. ഒരു 10,000, 8,000, 10,000, 10,000 രൂപ കൊടുത്താൽ ഒരു ഫോൺ വാങ്ങാം. ആ ഫോൺ വാങ്ങിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ എഴുതുകയാണ്, അവർ ഡ്രോയിങ് റൂമിൽ ഇരുന്നിട്ട് എഴുതണമെന്ന്. പക്ഷേ നിങ്ങളുടെ ഭാവനകളെ നിങ്ങളുടെ വിചാരങ്ങളെ ഒരു ഭാവനയുടെ ചിറകിലേറ്റിയിട്ട് എഴുതാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തിനു നിങ്ങൾ എഴുതുന്നു? ആരും നിങ്ങളെ ഇതുമാതിരി എഴുതുന്നു എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളത് എഴുതുന്നു. എന്നിട്ട് ആ എഴുതുന്നത് എന്താണ്? ചിലപ്പോൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ, അങ്ങനെ പല കാര്യങ്ങളിലും അത് എത്തിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഈ ഒരു കാര്യമാണ് നമുക്ക് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു സംഭവം ഇതാണത്. അപ്പോൾ സ്വന്തം ഭാവനകളോട് നിങ്ങൾക്ക് എന്ത് വേണി എഴുതാം എന്നുള്ള നിലയിലേക്ക് എഴുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസരമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാധ്യമ രംഗത്തുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് മുഖ്യധാരാ പത്രങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കാലം വരും, ഇനി സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിച്ച് ശരിയല്ല, എനിക്കത് ഫാക്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പത്രം തന്നെ വായിക്കണം, എനിക്ക് പത്രം വായിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം. ഈ യുവതലമുറ എത്തണം. അതില്ല, ഇന്നിപ്പോൾ വലിയ പത്രങ്ങളിൽ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന നിലയിലേക്ക് വളരണമെങ്കിൽ പത്രങ്ങളും വളരെ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. ഇനി ഈ പത്രങ്ങളുടെ ചാലഞ്ചുകൾ, സോഷ്യൽ മീഡിയയുടെ അധിക പ്രസരം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ അനുഭവങ്ങൾ, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഇതിൽ കേൾക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ കാര്യങ്ങൾ കേൾക്കാനല്ല. പക്ഷെ എന്തായാലും ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒരു അടിസ്ഥാന തത്വങ്ങളും പ്രിൻസിപ്പിളും പറഞ്ഞു എന്ന് മാത്രം. ഇനി ഞാൻ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിനായി പ്രശസ്ത നോവലിസ്റ്റും മാതൃഭൂമിയിൽ ഏറെക്കാലം ജോലി ചെയ്തിരുന്ന ശ്രീ രഘുനാഥൻ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. ഏതായാലും നർമ്മരസത്തോടു കൂടിയുള്ള വാർത്ത എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് വേറെ ആർക്കും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാനേ നമുക്ക് കഴിയുള്ളൂ. ഇവരാണെങ്കിൽ അതിൻ്റെ ഭംഗിയായിട്ടുള്ള ഉപദേശങ്ങൾ പറയും. പക്ഷേ രഘു പറയുന്ന മാതിരി മറ്റൊരു വിഷയം പറയുന്ന മാതിരി തന്നെയാണ്. ഏതായാലും ഇനി നമുക്ക് തുടരാം എന്ന് മുഖ്യ അതിഥിയായിട്ടുള്ള ഡോക്ടർ വി നാരായണൻ സാറ് സംസാരിക്കാൻ വേണ്ടി. നന്ദി നാരായണ മാസ്റ്റർ. ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും 22 കാരറ്റിൻ്റെ ശുദ്ധി നിറഞ്ഞ ഒരു പ്രഭാഷണത്തിലൂടെ ഒരുപക്ഷെ നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. ഗാസ ഒരു ശവപ്പറമ്പാവുന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങൾ കൂടെ നോക്കി നിൽക്കുകയാണ്, ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ. ആയിരക്കണക്കിനും 10,000-കണക്കിനും ജനങ്ങളെ കൊന്നൊടുക്കുമ്പോഴും കുട്ടികൾ ഭക്ഷണമില്ലാതെ പിടഞ്ഞു മരിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ എത്രത്തോളം വികസനം സംഭവിച്ചു കഴിഞ്ഞാലും കൂടി ഒന്നും ചെയ്യാതെ നിസ്സഹായരായി നിൽക്കുന്ന ഈ സമയത്ത് ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നമ്മളൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. മാഷക്ക് നന്ദി. ഇനി സുരേന്ദ്രൻ സാഹിത്യത്തിലും കവിതകളിലും നോവലുകളും അതിഗംഭീരമായ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഇന്ന് നമ്മളൊരു പ്രത്യേക രംഗത്ത് കടന്ന് ഇന്നത്തെ മാധ്യമങ്ങളുടെ പോരായ്മകൾ കേട്ട് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 3 പേരുടെയും നമ്മൾ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേട്ടു. ഇത് ഒരു പുതിയൊരു അനുഭൂതിയാണ് തീർച്ചയായിട്ടും സാഹിത്യത്തിലെല്ലാവരും വരുന്ന ഒരു സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നവരോ ആയിട്ട് മാറി വരുന്ന ഒരു കാലത്തിലാണ് ഇത്തരം നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിച്ചത്.
ഇപ്പോൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു യുവതലമുറയോട് ചോദിച്ചാൽ അവരിത് വായിച്ചിട്ടല്ല, അത് അവരതിൻ്റെ ട്രോളുകൾ പിന്തുടർന്ന് ആ ട്രോളുകൾ വായിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് എന്നാണ് യുവതലമുറകൾ പറയുന്നത്. ഒരു കാലത്ത് നമ്മൾ ഒരു വീട്ടിൽ പത്രം വരുമ്പോൾ ആ പത്രത്തിൻ്റെ ഓരോ പേജും ഒരാൾ ആ പേജ് എടുക്കും, അത് കഴിയുമ്പോൾ ഞാൻ ഈ പേജ് തരാം ആ പേജ് തരാം എന്ന് പറഞ്ഞ് പത്രം വായിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് വിട്ട് ഇന്ന് പത്രം വീട്ടിൽ വന്നാൽ തന്നെ നമ്മൾ നോക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് എത്തിക്കാനും എനിക്കത് വായിക്കേണ്ട, അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നുള്ള നിലയിലേക്കാണ്. പിന്നെ പത്രത്തിൻ്റെ ചാനലുകളുടെ ഒരു അതിപ്രസരം, അവർ പറയുന്നത് എന്താണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ആരും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ശരിയാണത്. ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ തന്നെ അത് വളരെ വ്യക്തമായ പ്രകടനമാണ്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാനിൻ്റെ വ്യോമതാവളങ്ങളെ ഉന്നമിട്ട് നമ്മൾ മിസൈൽ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞു 9 വ്യോമ താവളങ്ങൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും അതെ. കറാച്ചിയിൽ നമ്മുടെ നേവിയുടെ കപ്പൽ നേവി അറേബ്യൻ സമുദ്രത്തിൽ നിർത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ കറാച്ചി പട്ടണം നമ്മൾ തകർത്തു. ഒരു ആണവ കേന്ദ്രത്തിൻ്റെ ഒരു വ്യോമ കേന്ദ്രത്തിൻ്റെ അടുത്തായിരുന്നു അവരുടെ ആണവ കേന്ദ്രം. നമ്മൾ 9 വ്യോമ കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ മിസൈൽ ചെയ്തത്, പക്ഷേ ആണവ കേന്ദ്രം തന്നെ തകർത്തു. നമ്മളൊന്നും ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്നു. അത് മറ്റൊരു കാര്യം. ഇന്ന് ഏറ്റവും വളരെ നല്ല ഒരു പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. നമ്മളല്ലാതായി മാറിയിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ആണ് ഇപ്പോഴത്തെ സമകാലീന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് കൂടുതൽ ആസ്വാദ്യകരവും വിജ്ഞാനപ്രദവും കൂടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യങ്ങൾ നമുക്കത് കേൾക്കാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ കുറച്ചുകൂടി എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയണമെന്നുണ്ട്, ഇന്ന് മറ്റൊരു സമയത്ത് പറയാം. പ്രസിഡന്റ് ഉണ്ണിയെ ഞാൻ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്.